അച്യുതൻ, ഇത് മുന്നണിക്കകത്ത് വേണ്ട രീതിയിൽ ചർച്ച നടന്നില്ല, അല്ലെങ്കിൽ മുന്നണിക്കകത്ത് ചർച്ചയെ നടന്നില്ല, മന്ത്രിസഭയ്ക്കകത്ത് ചർച്ചയെ നടന്നില്ല, പാർട്ടിക്കകത്ത് പോലും ചർച്ച നടന്നില്ല എന്ന വിമർശനവുമൊക്കെ CPI നേതാക്കൾ ഉയർത്തുന്നുണ്ട്. ഇന്നലെ ഡി രാജ MA ബേബിയെ കണ്ട് കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം MA ബേബിയുടെ പ്രതികരണം അതിവിടെ സംസ്ഥാന തലത്തിൽ നേതാക്കൾ കൂടിയാലോചിച്ച് ആ വിഷയം പരിഹരിക്കും എന്നുള്ളതായിരുന്നു. അങ്ങനെ ജനറൽ സെക്രട്ടറി പോലും അറിയാതെ, ജനറൽ സെക്രട്ടറിയെ പോലും നിസ്സഹായനാക്കിക്കൊണ്ടാണ് ഈ തീരുമാനം വന്നത് എന്ന വിമർശനം അവിടെ നിലനിൽക്കുന്നു. അതിനിടയിൽ ആ കൂടിക്കാഴ്ചയെ CPI നേതൃത്വം എങ്ങനെയാണ് വിശദീകരിക്കുന്നത്? തുടർ നിലപാടുകൾ എങ്ങനെ വേണം? എക്സിക്യൂട്ടീവിൽ എന്ത് തരത്തിലുള്ള തീരുമാനം രൂപപ്പെടാനാണ് സാധ്യത എന്നൊക്കെ പ്രകാശ് ബാബുവിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നത് എങ്ങനെയാണ് ആർ അച്യുതൻ? റിജിത്ത്, ഇന്നലെയായിരുന്നു CPI ജനറൽ സെക്രട്ടറി ഡി രാജ CPIഎമ്മിന്റെ ജനറൽ സെക്രട്ടറി MA ബേബിയുമായി AKG ഭവനിൽ കൂടിക്കാഴ്ച നടത്തിയത്. പക്ഷേ ആ കൂടിക്കാഴ്ച പ്രതീക്ഷ നൽകുന്ന വക ആ കൂടിക്കാഴ്ചയിൽ ഉണ്ടായില്ല എന്നത് തന്നെയാണ് CPI നേതാക്കൾ അവർ പ്രകടിപ്പിക്കുന്ന അമർഷങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം പ്രകാശ് ബാബു അറിയിച്ചത് ഇന്നലെ നിരവധി ചോദ്യങ്ങളാണ് ഡി രാജ MA ബേബിയോട് ഉന്നയിച്ചത്. അതായത് നിലവിലെടുത്തിരിക്കുന്ന ഈ തീരുമാനം പുനഃപരിശോധിക്കുവാൻ നിർദ്ദേശം നൽകുമോ എന്നൊരു ചോദ്യം. 2, തമിഴ്നാട് പോയതുപോലെ ഒരു നിയമ പോരാട്ടത്തിന് എന്തുകൊണ്ട് കേരളം പോയില്ല? അതിനു മുമ്പ് എന്തുകൊണ്ട് ഇത്തരത്തിൽ തിടുക്കത്തിൽ ഒരു PM-ശ്രീയിലെ ധാരണാപത്രത്തിൽ ഒപ്പുവെക്കേണ്ട സാഹചര്യമുണ്ടായി എന്നതടക്കമുള്ള നിരവധി ചോദ്യങ്ങൾ ഉന്നയിച്ചെങ്കിൽ കൂടിയും CPIഎമ്മിന്റെ ദേശീയ നേതൃത്വം ജനറൽ സെക്രട്ടറി MA ബേബിക്ക് ആ ചോദ്യങ്ങളോടെല്ലാം മൗനമായി ഇരിക്കുന്ന, മൗനത്തിൽ മറുപടി നൽകുന്ന തരത്തിൽ, അല്ലെങ്കിൽ മൗനമായി ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്നതാണ് ഇന്നലെയും പ്രകാശ് ബാബു ആവർത്തിച്ചത്. ജനറൽ സെക്രട്ടറിയുടെ, CPIഎം ജനറൽ സെക്രട്ടറിയുടെ നിസ്സഹായതയാണ് ഇതിലൂടെ കാണാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. ഇത് തന്നെ വ്യക്തിപരമായി വേദനിപ്പിച്ചു. കാരണം കഴിവുള്ള നേതാവാണ് ബേബി, പക്ഷേ ചില സാഹചര്യങ്ങളിൽ ഇത്ര മൗനം പാലിക്കുന്നത് അത് ശരിയാണോ എന്ന തരത്തിലാണ് CPI നേതാക്കളും ഇക്കാര്യത്തിൽ അമർഷം ഉന്നയിക്കുന്നത്. എന്തായാലും CPIഎം ദേശീയ നേതൃത്വത്തിന്റെ ഇക്കാര്യത്തിലെ നിലപാട് അത് CPI നേതാക്കളിൽ വലിയ രീതിയിലുള്ള അതൃപ്തിക്കാണ് ഇടയാക്കിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.